സിനിമയിലേക്കുള്ള എൻട്രി വളരെ നോർമൽ എൻട്രി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാനൊരു പത്രപരസ്യം കണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ആളുകളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ +2 സ്റ്റുഡൻസിനെ ആവശ്യമുണ്ട് എന്നൊക്കെ കണ്ടിട്ട്, അങ്ങനെ അത് കണ്ടിട്ട് ഫോട്ടോ വെറുതെ അങ്ങനെ അയച്ചു കൊടുത്താണ്. അതിലൊരു ഇൻ്റർവ്യൂ കോൾ വരികയും പിന്നീട് അത് പങ്കെടുത്തു. അതിൽ വീണ്ടും സെലക്റ്റഡായി. ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിൽ സെലക്റ്റഡായി. അതിൽ നിന്ന് ഒരാളായിട്ട് എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഫാസിൽ സാറിൻ്റെ എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ട് മോഹൻലാലിനോടൊപ്പം, ഫസ്റ്റ് ഷോട്ട്, വെരി ഫസ്റ്റ് ഷോട്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതാണ്. സാർ ഇതെങ്ങനെയുണ്ട്, ഇതെങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര സിംബോളിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വലിയ, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വലിയ നടൻ്റെ മുമ്പിൽ ചെന്നത് ഞാൻ തുടങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് പോലെ എനിക്ക് തോന്നിയ ഒരു ഷോട്ടാണ്. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും മോഹൻലാൽ സിനിമകളോട് ആരാധനയാണ്, മോഹൻലാൽ എന്ന നടനോട് ആരാധനയാണ്. നമുക്ക് ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ കണ്ടിട്ട് സിനിമയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് സിനിമയോട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. ആദ്യത്തെ സിനിമയിലെ കഥാപാത്രം ഞാൻ പറഞ്ഞ പോലെ ഒരു +2 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു പാട്ടുകാരനാവാൻ ആഗ്രഹിക്കുകയും വളരെ അക്കാഡമിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകൻ ആയിപ്പോവുകയും, അതുകൊണ്ട് ഈ മറ്റ് പഠനമല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ സംഗീതത്തിലുള്ള വാസന അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. അതിലൊരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ പോലെ, അല്ലെങ്കിൽ അന്ന് നമ്മൾ ആരാധിച്ചിരുന്ന വലിയ നടന്മാർ ഒരുപാട് പേരെ സിനിമയിൽ കാണാനും പങ്കെടുക്കാനൊക്കെ പറ്റും. ഞാൻ ഫാസിൽ സാറാണ്. സാറ് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ള ഒരുപാട് വലിയ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ പറ്റി എന്നുള്ള ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഫാസിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മളുടെ ഇപ്പോൾ ഉള്ള, അല്ലെങ്കിൽ സാധാരണ ഡയറക്ടേഴ്സിൻ്റെ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് സിനിമയിൽ അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം തന്നെ കാണിച്ചു തരികയും അത് കോപ്പി ചെയ്യുക എന്നുള്ള വളരെ എളുപ്പമുള്ളൊരു ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. പ്രധാന വേഷം ചെയ്തത് എൻ്റെ ആദ്യത്തെ വേഷം മുഖ്യധാര സിനിമയിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രധാന വേഷങ്ങളിലൊന്ന് എന്ന് പറയേണ്ടി വരും. അതാണ് സിനിമയിൽ നിൽക്കാൻ, സിനിമ എന്ന് പറയുന്ന മീഡിയയെ ഫോളോ ചെയ്യാനും ഒക്കെ നമ്മൾക്ക് മാനസികമായിട്ട് കരുത്ത് തന്ന ആ സിനിമയുടെ സക്സസ്സും അതിനെ തുടർന്ന് നമുക്ക് വന്ന ഓഫേഴ്സും ഒക്കെയാണ് സിനിമയിൽ കൂടുതൽ ബിലീവ് ചെയ്യാനും, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മീഡിയയിൽ തന്നെ നിലനിൽക്കാമെന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം തരികയും ചെയ്തു. ഒരു ഹിറ്റ് മൂവി, ഒരു വലിയൊരു ഹിറ്റ് മൂവിയുടെ ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം എന്താണ്, അപ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായത് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയാണ്. അതിപ്പോഴും നമ്മൾ വളരെ സ്വകാര്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഫോർ ദ പീപ്പിൾ. പിന്നെ ആ സിനിമയിൽ സാധാരണയൊന്നും വ്യത്യസ്തമായിട്ട് ആ സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കേരളം മുഴുവൻ സഞ്ചരിച്ചിരുന്നു. ട്രിവാൻഡ്രം ടു കണ്ണൂർ സഞ്ചരിച്ചിരുന്നു, സിനിമയുടെ ഷോ നടക്കുന്ന തിയേറ്ററുകളുടെ മുന്നിൽ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടൊരു സ്ട്രെയിറ്റ് റെസ്പോൺസ് സാധാരണ സിനിമ ആക്ടേഴ്സിന് അത് കിട്ടാറില്ല. നാടകം പോലെയുള്ള മീഡിയ ഉള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിന് മാത്രമുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമുക്കത് അനുഭവിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു, ആ ഒരു ഭാഗ്യം ആ സിനിമയിലൂടെ ഉണ്ടായി. വളരെ വളരെ കൂളായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. എപ്പോഴും വളരെ സൈലൻ്റ് ആവുകയും, ചെറിയ ടെമ്പർമെൻറ്റ്, ചില സമയത്ത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യാപകനെ പോലെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ ജയരാജ് സാറിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിൽ പോകുന്ന പോലെയുള്ളൊരു അനുഭവമാണ്. കാരണം ആദ്യമായിട്ട് നമ്മൾ മുഖ്യധാര സിനിമയിൽ അഭിനയിക്കുകയും, അല്ലെങ്കിൽ അത്തരം സിനിമയുടെ ഭാഗമാവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഫാസിൽ സാറിനെ പോലെ തന്നെ എൻ്റെ ഒരു ഗോഡ് ഫാദർ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ആദ്യമായി വായിച്ച തിരക്കഥ അമൃതം എന്ന സിനിമയുടെയാണ്, സിബി മലയിൽ സാറിൻ്റെ സിനിമ. അതിന് മുന്നിലുള്ള തിരക്കഥകളൊന്നും അതിന് മുന്നേ 2-3 സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തിരക്കഥയൊന്നും നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കഥാപാത്രങ്ങൾ പറഞ്ഞു തരികയും അവർ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷേ സിബി സാറിനോട് തിരക്കഥ മുഴുവൻ, ഫുൾ തിരക്കഥാകൃത്ത് കെ ഗിരീഷ് കുമാർ വായിച്ച് കേൾപ്പിക്കുകയും കഥാപാത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം വായിച്ച തിരക്കഥ അമൃതത്തിൻ്റെ.